ഞാൻ പറഞ്ഞത് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയേണ്ട ഒരു വിഷയമാണല്ലോ ശബരിമല. ആ പ്രചരണം എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്തു കാണിച്ചത്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായത് വളരെ പ്രത്യേകതയാർന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിലുള്ള വോട്ടിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഇവിടെയുള്ള ചില നേതാക്കൾ വിശകലനം ചെയ്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രാദേശികമായി ഒന്നിച്ചണിനിരക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ UDFും BJPയും തമ്മിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയത് അത്യന്തം അപകടകരമായ വർഗീയ രാഷ്ട്രീയമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ LDFനാണ് ശരിയായ രീതിയിൽ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചില പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തു എന്നുള്ളത്. കുളനട, ചെറുകോൽ, കള്ളിക്കാട്, കരവാരം, കല്ലുവാതുക്കൽ, കവിയൂർ, കോടന്തുരുത്ത്, ഇതൊക്കെ LDF BJPയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇപ്പോൾ കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ശതമാനക്കണക്കിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 12ഓളം സീറ്റുകളിൽ 60 വോട്ടിനാണ്, 60-ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. അതിൽ BJP ജയിച്ച 26 വാർഡുകളിൽ UDFന് 1000-ൽ താഴെ വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അത് സാധാരണക്ക് അങ്ങനെ വരേണ്ടതല്ല. 26 വാർഡുകളിൽ UDFൻ്റെ വോട്ട് 1000-ൽ താഴെ പോയി. ഇത് BJP ജയിച്ച സീറ്റുകൾ. ഇനി UDF ജയിച്ച 11 സീറ്റുകളുണ്ട്. ആ 11 സീറ്റുകളിൽ BJPക്ക് 1000-ൽ താഴെയാണ് വോട്ട്. അപ്പോൾ എന്തോ ഒരു നീക്കുപോക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക. ഒരു പരസ്പര സഹകരണ മുന്നണിയായി BJPയും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നേരത്തെയും അത്തരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു വന്ന പരാതികളാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് LDF തന്നെയാണ്. ഇത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ മറ്റു ചില വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടാവും. ആ പരിശോധന LDF നടത്തുക തന്നെ ചെയ്യും. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.